പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ഒരുമിച്ച് 2025 ഫെബ്രുവരി മാസം 5-ാം തീയതി ബുധനാഴ്ച പ്രഭാതത്തിൽ കർത്താവിനെ ആരാധിക്കുവാനും കർത്താവിനെ സ്തുതിക്കുവാനും സ്വർഗീയ പിതാവ് നമുക്ക് തന്നിരിക്കുന്ന നല്ല സമയത്തിനായിട്ട് നമുക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. സ്തോത്രം 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 സ്തോത്രം. കഴിഞ്ഞ പകൽക്കാലം മുഴുവൻ കർത്താവ് നമ്മളെ കാത്തു പരിപാലിച്ചില്ല. കൈകളൊന്നും ഉയർത്തിപ്പിടിച്ചിട്ട് കർത്താവിന് സ്തോത്രം പറഞ്ഞ് ഹല്ലേലൂയ. കഴിഞ്ഞ 3 ദിവസക്കാലം ഉപവാസത്തോടും പ്രാർത്ഥനയോടുമായിരിക്കാൻ കർത്താവ് നമ്മളെ സഹായിച്ചില്ലേ? അതിനായിട്ട് കർത്താവിനെ സ്തോത്രം ചെയ്താട്ടെ. സ്തോത്രം 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 സ്തോത്രം. ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ ഈ പ്രഭാതത്തിൽ ഉണരുവാൻ കർത്താവ് നമുക്ക് കൃപ ചെയ്തില്ലേ? അതിനായിട്ട് കർത്താവിനൊന്ന് സ്തോത്രം ചെയ്ത് സ്തോത്രം 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 സ്തോത്രം. ഈ രാത്രികാലം സ്വസ്ഥമായി ഉറങ്ങുവാൻ കർത്താവ് സഹായിച്ചു. ആമേൻ ആമേൻ. നമുക്ക് കർത്താവ് നല്ല ഉറക്കം തന്നു. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം. രാവിലെ ഉണർത്തി കർത്താവിന് സ്തോത്രം പറഞ്ഞാണ്ട് സ്തോത്രം സ്തോത്രം സ്തോത്രം. ഈ പൽക്കാലം അത്ഭുതകരമായി നമ്മളെ നടത്തുന്നത് ഓർക്കുമ്പോൾ കർത്താവിന് സ്തോത്രം പറഞ്ഞാണ്ട് ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. അല്പസമയം കർത്താവിന് സ്തോത്രം പറയാം. എല്ലാവരുടെയും കരങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കർത്താവിന് സ്തോത്രം പറഞ്ഞ് എല്ലാവരുടെയും കരങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ആമേൻ. സങ്കീർത്തനക്കാരൻ 56:10 പറയുന്നു, ഞാൻ ദൈവത്തിൽ കർത്താവിൻ്റെ വചനത്തെ പുകഴും, ഞാൻ യഹോവയിൽ കർത്താവിൻ്റെ വചനത്തെ പുകഴും. അതിൻ്റെ 11-ാമത്തെ വാക്യം പറഞ്ഞ്, ഞാൻ ദൈവത്തിൽ ആശ്രയിക്കുന്നു, ഞാൻ ഭയപ്പെടുകയില്ല, മനുഷ്യൻ എന്നോട് എന്ത് ചെയ്യുവാൻ കഴിയും? അപ്പോൾ ഈ പ്രഭാതത്തിൽ കർത്താവിൽ ആശ്രയിച്ചുകൊണ്ട് നമുക്ക് അല്പസമയം കർത്താവിനെ ഒന്ന് സ്തുതിക്കാം. കരങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് സ്തുതിച്ചാണ്. നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം. അങ്ങ് നല്ലവനാകുന്നു, അങ്ങയുടെ ദയ ഇന്നും എന്നേക്കുമുള്ളതാകുന്നു. അങ്ങേകനായി മഹാത്ഭുതങ്ങളെ ചെയ്യുന്നവനാകുന്നു. ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അപ്പോൾ അങ്ങയുടെ ദയക്കായിട്ട് സ്തോത്രം, അങ്ങയുടെ കരുണയ്ക്കായിട്ട് സ്തോത്രം, അങ്ങയുടെ കൃപയ്ക്കായിട്ട് സ്തോത്രം. ഞങ്ങൾ അങ്ങയെ വാഴ്ത്തുന്നു, ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, അങ്ങ് ചെയ്ത എല്ലാ ഉപകാരങ്ങൾക്കും. അപ്പോൾ ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയും. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പിതാവേ, ഈ പ്രഭാതത്തിൽ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു, ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അപ്പോൾ ഈ പ്രഭാതത്തിൽ ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. സ്വർഗത്തിലെ അപ്പച്ച യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അവരുടെ എല്ലാ ആവശ്യങ്ങളും അപ്പൻ്റെ പ്രവൃത്തി വെളിപ്പെടുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, പ്രത്യേകിച്ച് രോഗത്താൽ ഭാരപ്പെടുന്നവർ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. നട്ടെല്ല് സംബന്ധമായ തകരാറുകൾ ഈ പ്രഭാതത്തിൽ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. അത് മുഖാന്തരം കാലുകളിലേക്കുള്ള പെരുപ്പും വേദനയും ഇപ്പോൾ യേശുവിൻ നാമത്തിൽ സൗഖ്യമാകട്ടെ. അതുപോലെ ഡയബറ്റിസ് വന്ന് ആമേൻ കാലും കൈയും ഒക്കെ മുറിവുകളായി ഉണങ്ങാതിരിക്കുന്നവർ, അതുപോലെ ആംപ്യൂട്ടേഷൻ ചെയ്തിട്ടും അത് ഹീലിംഗ് ഇല്ലാതിരിക്കുന്നവർ, ആമേൻ വേദനയാൽ ഭാരപ്പെട്ടിരിക്കുന്നവർ, ഇന്ന് പ്രഭാതത്തിൽ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അത്ഭുതകരമായ സൗഖ്യമുണ്ടാകട്ടെ. ആ മുറിവുകൾ ഉണങ്ങട്ടെ, ആ വേദന മാറട്ടെ. യേശുവിൻ്റെ നാമത്തിൽ അത്ഭുതം സംഭവിച്ചിരിക്കുന്നതിന് ഞങ്ങൾ കർത്താവിന് നന്ദി പറയുന്നു. അതുപോലെ ഈ പ്രഭാതത്തിൽ കർത്താവെ, ജോലിയോടുള്ള ബന്ധത്തിൽ ഭാരപ്പെട്ടിരിക്കുന്നവർക്കായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവ് വഴി തുറന്നു കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ജോലിയോടുള്ള ബന്ധത്തിലുള്ള എക്സാമുകൾ കർത്താവെ, അവരുടെ ടെസ്റ്റുകൾ ആമേൻ ആമേൻ അതൊക്കെ ഇന്ന് പകൽക്കാലം ചെയ്യുമ്പോൾ അതിന്മേൽ അത്ഭുതം നടക്കട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അതിന്മേൽ അത്ഭുതം നടക്കട്ടെ. അപ്പോൾ അങ്ങയുടെ പ്രവൃത്തി വെളിപ്പെടുന്നതിനായിട്ട് സ്തോത്രം. ക്രിസ്തു യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് ആ വിഷയങ്ങളിൽ അത്ഭുതം നടക്കട്ടെ. ഉന്നത വിജയം ലഭിക്കട്ടെ, ഉന്നത വിജയം ലഭിക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ഉന്നത വിജയം ലഭിക്കട്ടെ. ഹല്ലേലൂയ. താങ്ക് യു. അതുപോലെ കർത്താവേ, വിവാഹപ്രായമായ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. തക്ക സമയത്ത് അവരുടെ വിവാഹം യേശുവിൻ്റെ നാമത്തിൽ നടക്കട്ടെ. അവർക്ക് ആവശ്യമായ വിവാഹാലോചനകൾ അവരെ തേടി വരുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. അതുപോലെ കർത്താവേ, ഞങ്ങൾ ആമേൻ ആമേൻ എല്ലാ ആവശ്യങ്ങളെയും ഏൽപ്പിക്കുന്നു. പ്രത്യേകിച്ച് കുടുംബജീവിതത്തിനകത്ത് സമാധാനമില്ലാതെ സ്വസ്ഥതയില്ലാതിരിക്കുന്നവർ ഇന്ന് പകൽക്കാലം യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ കുടുംബജീവിതത്തിൽ സമാധാനവും സ്വസ്ഥതയും സന്തോഷവും ഉണ്ടാകട്ടെ. കർത്താവിനെ അനുഗ്രഹിച്ച് കൈപിടിച്ച് നടത്തുന്നതിനായിട്ട് സ്തോത്രം. കർത്താവിൻ്റെ വേലയിലായിരിക്കുന്ന അഭിഷക്ത ദാസീദാസന്മാരെ ഞങ്ങൾ ഓർക്കുന്നു. അവരുടെ കൂടെയും കർത്താവിൻ്റെ കരം പ്രവർത്തിക്കണമേ. കർത്താവ് അവരെ ബലപ്പെടുത്തണമേ. കർത്താവ് അവരെ സംരക്ഷിക്കണം. പ്രാർത്ഥന കേട്ടതിനായിട്ട് സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ ആമേൻ ആമേൻ. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. കർത്താവിൻ്റെ കൃപയും സമാധാനവും നിങ്ങളുടെ കൂടെ ഇരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് കർത്താവിൻ്റെ കൃപയാൽ നമ്മുടെ ഉപവാസ പ്രാർത്ഥനയും മാസാരംഭ സ്തോത്ര പ്രാർത്ഥനയും ഒക്കെ കഴിഞ്ഞ 4 ദിവസം അനുഗ്രഹമായി കടന്നുപോയി. എല്ലാത്തിനും ദൈവത്തിന് സ്തോത്രം. പങ്കെടുത്ത എല്ലാവരെയും കർത്താവ് അനുഗ്രഹിച്ചു. അതിനായിട്ട് കർത്താവിന് നന്ദി. നിങ്ങളെ ഓർത്ത് ഞാൻ കർത്താവിന് നന്ദി പറയുന്നു. ഇന്ന് നമുക്ക് മീറ്റിംഗ് ഉണ്ടായിരിക്കത്തില്ല, കാരണം കഴിഞ്ഞ 4 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് മീറ്റിംഗ് ഉണ്ടായിരുന്നത് കൊണ്ട് ഇന്ന് പതിവ് പോലെയുള്ള നമ്മുടെ ഓൺലൈൻ മീറ്റിംഗ് ഉണ്ടായിരിക്കത്തില്ല. ശ്രദ്ധിക്കണം. നിങ്ങൾ അതിനുവേണ്ടി വെയിറ്റ് ചെയ്യരുത്. ഇപ്പോഴേ കേട്ടോണം, ഇന്ന് നമുക്ക് ആ മീറ്റിംഗ് ഉണ്ടാകത്തില്ല. ഇനി അടുത്ത മീറ്റിംഗ് വെള്ളിയാഴ്ച രാവിലെ ഇന്ത്യൻ സമയം
8:15 8:15 ആരംഭിക്കുന്നത് സഭായോഗം. അതുകൊണ്ട് പ്രാർത്ഥിക്കുക. ഈ 2 ദിവസം വെള്ളിയാഴ്ചത്തെ സഭായോഗത്തിന് വേണ്ടി ഒരുങ്ങുവാനുള്ള ദിവസങ്ങളാണ്. പ്രാർത്ഥനയോടുകൂടെ അതിനായിട്ട് ഒരുങ്ങുക കേട്ടോ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഇന്ന് പ്രഭാതത്തിലും നമ്മുടെ വേഗത, ഈ മാസത്തിൻ്റെ പ്രത്യേകതയാണ് ഡിവൈൻ ആക്സിലറേഷൻ. അപ്പോൾ ആ വേഗതയെ എങ്ങനെ കൂട്ടാം, അല്ലെങ്കിൽ വേഗതയെ തടയുന്നതിൽ നിന്നും എങ്ങനെ രക്ഷപ്പെടാം, ഇതൊക്കെയാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്നത്. യാക്കോബിൻ്റെ ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 7-ാമത്തെ വാക്യത്തിൽ പറയുന്നു, ആകയാൽ നിങ്ങൾ കർത്താവിന് കീഴടങ്ങുവിൻ. അതായത് കർത്താവിനെ നിങ്ങളുടെ ജീവിതത്തിൽ സ്വീകരിക്കുക. ദാറ്റ് ഈസ് ഫസ്റ്റ് തിങ്. അടുത്തത്, പിശാചിനോട് എതിർത്തു നിൽപ്പീൻ, എന്നാൽ അവൻ നിങ്ങളെ വിട്ടോടിപ്പോകും. നമ്മൾ വേഗത്തിൽ ചലിക്കുന്നത്, വേഗത്തിൽ കാര്യങ്ങൾ ചെയ്യുന്നത്, വേഗത്തിൽ പ്രവർത്തിക്കുന്നത് പിശാചിന് ഇഷ്ടമല്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? അതിനോട് നമ്മൾ എതിർത്ത് നിൽക്കണം. നമ്മുടെ ജീവിതത്തിൽ പൈശാചിക ഇൻഫ്ലുവൻസുകൾ, പൈശാചികമായ തടസ്സങ്ങളെ നമ്മൾ കാണുമ്പോൾ അതിനെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ അതിനെ എതിർത്ത് നിൽക്കുവാൻ പഠിക്കണം. ഉദാഹരണം പറഞ്ഞാൽ, ഒരിക്കൽ യേശുവും ശിഷ്യന്മാരും പടകിൽ യാത്ര ചെയ്യുമ്പോൾ കാറ്റടിച്ചു, കടൽ കോപിച്ചു. അവരുടെ യാത്രയെ തടയുന്നതായ ഒരു രംഗം വരുമ്പോൾ യേശു എന്ത് ചെയ്തു? യേശു എഴുന്നേറ്റ് നിന്ന് കാറ്റിനെ ശാസിച്ചു, കടലിനോട് ശാന്തമാകുവാൻ കൽപ്പിച്ചു. അതായത് നമ്മുടെ മുൻപോട്ടുള്ള യാത്രയെ അവൻ തടസ്സപ്പെടുത്തുന്നുവെന്ന് കാണുമ്പോൾ, നമ്മുടെ മുൻപോട്ടുള്ള ജീവിതത്തിന് തടസ്സം നിൽക്കുന്ന പൈശാചിക ശക്തികളെ കാണുമ്പോൾ, എതിരുകളെ കാണുമ്പോൾ, ശക്തികളെ കാണുമ്പോൾ നമ്മൾ മൗനമായിരിക്കുകയല്ല ചെയ്യേണ്ടത്. നമ്മൾ വാ തുറന്ന് അതിനെ ശാസിക്കണം. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ പിതാവായ ദൈവം നമുക്ക് അതിന് അധികാരം തന്നിട്ടുണ്ട്. ലൂക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായത്തിൽ പറഞ്ഞു, പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തരുന്നു. ആമേൻ. മത്തായിയുടെ സുവിശേഷം അവസാന അധ്യായത്തിൽ കർത്താവ് പറഞ്ഞു, സ്വർഗത്തിലും ഭൂമിയിലും എനിക്ക് സകല അധികാരങ്ങളും നൽകപ്പെട്ടിരിക്കുന്നു, ആകയാൽ നിങ്ങൾ പുറപ്പെടുവിൻ. അപ്പം നമുക്ക് ഈ അധികാരം തന്നിരിക്കുമ്പോൾ, ഇപ്പം നമ്മുടെ ഏത് സാഹചര്യത്തിലാണെങ്കിലും യു ക്യാൻ യൂസ് ദിസ് അതോറിറ്റി. ഈ ഭൂമിയിൽ ഈ അധികാരം ഉപയോഗിക്കുവാൻ ആകെ ആ യോഗ്യതയുള്ളവർ യേശുവിനെ കർത്താവായി സ്വീകരിച്ച നിങ്ങൾ മാത്രമാണ്. അതുകൊണ്ട് ധൈര്യമായിട്ട് എന്ത് ചെയ്യണം? ആ അധികാരത്തെ നിങ്ങൾ ഉപയോഗിക്കണം. നിങ്ങളുടെ വീടിനകത്ത് ഒരു കലവില കാണുമ്പോൾ, ഒരു പ്രോബ്ലം കാണുമ്പോൾ അന്നേരമേ ശാസിക്കണം. നമ്മളെ ഡിസ്റ്റർബ് ചെയ്യുന്ന എന്ത് കണ്ടാലും, ഇറിറ്റേറ്റ് ചെയ്യുന്ന എന്ത് കണ്ടാലും നമ്മൾ എന്ത് ചെയ്യണം? ഇമ്മീഡിയറ്റ്ലി അതിനെ ശാസിക്കണം. ഇപ്പം നമ്മൾ പറയും, നാച്ചുറലി പറഞ്ഞാൽ ഒരു ചെറിയ തൊണ്ടവേദന കാണുമ്പോഴേ അതിനുള്ള ട്രീറ്റ്മെൻറ്റ് ചെയ്യണമെന്ന് പറയും. അല്ലെങ്കിൽ അത് വലിയ തൊണ്ടവേദനയായി ചുമയായും മാറുന്നതിന് മുമ്പ് എന്തെങ്കിലും ചെയ്യാൻ പറയുന്നത് പോലെ, അവൻ ചെറിയ പ്രശ്നം കാണുമ്പോഴേ അത് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അതിനെ ശാസിക്കണം. അപ്പോൾ എന്ത് പറ്റും? അതങ്ങ് മാറിക്കോളും. ചിലപ്പോൾ ഒരു പ്രാവശ്യം ശാസിച്ചാൽ നടക്കത്തില്ല, ചിലപ്പോൾ 10 പ്രാവശ്യം ശാസിക്കേണ്ടതായിട്ട് വരും. മാറുന്നത് വരെ അതങ്ങ് ശാസിച്ചേക്കണം. ഇന്ന് പ്രഭാതത്തിൽ ഈ പരിശുദ്ധാത്മാവ് നമ്മളെ അത് ഓർപ്പിക്കുകയാണ്. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് മുന്നേറുവാൻ കഴിയുകയുള്ളൂ. അല്ലെങ്കിൽ ഇത് കാരണം നമ്മുടെ വേഗത തടയപ്പെടും, വേഗതയെ അത് ബാധിക്കും. അത് ബാധിക്കാതിരിക്കണമെങ്കിൽ വായ്കൾ തുറന്ന് പൈശാചിക ശക്തിയെ, അല്ലെങ്കിൽ ആ എതിർത്ത് നിൽക്കുന്ന ശക്തിയെ മുൻപോട്ട് വിടാതെ ആമേൻ നമ്മളെ തളർത്തിക്കളയുന്നതിന് നമ്മൾ വാ തുറന്ന് ശാസിക്കണം. നമ്മൾ സാധാരണ ചെയ്യുന്ന ഉടനെ നമ്മൾ കർത്താവ് അങ്ങനെ ചെയ്യണേ, ഇങ്ങനെ ചെയ്യണേ, നമ്മൾ പലരെ വിളിച്ച് പ്രാർത്ഥിപ്പിക്കും. ഓക്കെ, പക്ഷേ കർത്താവ് മോശ ചെങ്കടലിൻ്റെ മുമ്പിൽ നിന്ന് നിലവിളിച്ചപ്പോൾ കർത്താവ് പറഞ്ഞു, നിൻ്റെ കയ്യിലിരിക്കുന്ന വടി നീ നീട്ട്, നീ അധികാരത്തിൻ്റെ വടി ഉപയോഗിക്കുക. ഇതാണ് യേശുക്രിസ്തുവിൻ്റെ നാമം നമുക്ക് തന്നിരിക്കുന്ന അധികാരമാണ്. ആ അധികാരം നമ്മുടെ അധരത്തിലൂടെ നമ്മൾ കൽപ്പിക്കുമ്പോൾ അവിടെ അത്ഭുതങ്ങൾ സംഭവിക്കും. അതുകൊണ്ട് ഇന്ന് പ്രഭാതത്തിൽ ഈ സന്ദേശം കേൾക്കുന്ന ഓരോ ദൈവമക്കൾക്ക് കർത്താവ് തന്നിരിക്കുന്ന അധികാരമാണ്. ആ അധികാരത്തെ നിങ്ങൾ ഉപയോഗിക്കണം. ആമേൻ. സങ്കീർത്തനം 110-ന്റെ 2-ാമത്തെ വാക്യം പറയും, നിന്റെ ബലമുള്ള ചെങ്കോൽ നീ സിയോനിൽ നിന്ന് നീട്ടും, നീ നിന്റെ ശത്രുക്കളുടെ മധ്യയെ വാഴുക. അപ്പോൾ കർത്താവ് സിയോൻ, പുതിയ നിയമ സിയോൻ എന്ന് പറഞ്ഞ സഭയാണ്. സഭയിൽ നിന്നുമാണ് കർത്താവ് അധികാരത്തിൻ്റെ ചെങ്കോൽ ഇന്ന് ഭൂമിയിൽ നീട്ടുന്നത്. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, നിങ്ങൾ ഭൂമിയിൽ കെട്ടുന്നത് സ്വർഗത്തിൽ കെട്ടപ്പെടും, നിങ്ങൾ ഭൂമിയിൽ അഴിക്കുന്നത് സ്വർഗത്തിൽ അഴിക്കപ്പെടും. കുഞ്ഞുങ്ങളുടെ സ്വഭാവത്തിൽ മാറ്റങ്ങൾ വരുമ്പോൾ ആ മാറ്റങ്ങൾ കൊണ്ടുവരുന്ന ഒരു ഇൻഫ്ലുവൻസ് ഉണ്ട്, അതിനെ ആശാസിക്കുന്നു. പിള്ളേരെ നമ്മൾ കുറേ വഴക്ക് പറഞ്ഞിട്ട് കൗൺസിൽ ചെയ്യുന്നതിനേക്കാളും ഇമ്പോർട്ടൻ്റ് ആണ് അവരെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന വൈശാചിക ശക്തിയെ നമ്മൾ ശാസിക്കണം. യേശുവിൻ്റെ നാമത്തിൽ ഈ സ്വഭാവ മാറ്റത്തിന് കാരണമായ പൈശാചിക ശക്തിയെ ഞങ്ങൾ ബന്ധിക്കുന്നു എന്ന് വായികൾ തുറന്ന് പറഞ്ഞു. ഒരു പ്രാവശ്യം പറഞ്ഞാൽ കേൾക്കണമെന്നില്ല, 2 പ്രാവശ്യം പറഞ്ഞാൽ കേൾക്കണമെന്നില്ല. നിരന്തരം ആത്മാവിൽ നിങ്ങളുടെ പ്രാർത്ഥനാ മുറിയിൽ നിങ്ങൾ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ സ്വഭാവത്തിൽ മാറ്റം വരും. നിങ്ങളുടെ സ്ഥാപനത്തിനകത്ത്, നിങ്ങൾ ജോലി ചെയ്യുന്നിടത്ത് നിങ്ങൾക്ക് സ്വസ്ഥത തരുന്നില്ല, ഒരു വ്യക്തി നിങ്ങൾക്കെതിരെ അങ്ങ് സംസാരിക്കുക, അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യാത്ത കാര്യത്തിൽ നിങ്ങളുടെ പുറകെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. അപ്പം നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ പറയാൻ കണ്ട അവൻ നമുക്കിട്ട് പണിഞ്ഞുകൊണ്ടിരിക്കുകയാണ്, അവൻ നമ്മളെ ദ്രോഹിച്ചുകൊണ്ടിരിക്കുകയാണ്, കർത്താവേ അവനെ തൊടണേ എന്നൊക്കെ പറയുമ്പോൾ അവനെ കൊണ്ട് ഇത് ചെയ്യിപ്പിക്കുന്ന ഒരു പൈശാചിക ശക്തിയുണ്ട്. അതിനെ നിങ്ങൾ ശാസിക്കണം. നിങ്ങളുടെ പ്രാർത്ഥനാ മുറിയിൽ രാവിലെ എഴുന്നേൽക്കും പറഞ്ഞു, കർത്താവേ എൻ്റെ ജോലിയിൽ സ്വസ്ഥത കെടുത്തുന്ന എല്ലാ ഇൻഫ്ലുവൻസുകളും യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോട്ടെ. പ്രത്യേകിച്ച് ആ വ്യക്തിയെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ആ പൈശാചിക ശക്തിയെ ഞാൻ ബന്ധിക്കുന്നു, വ്യക്തിയെ ഞാൻ അനുഗ്രഹിക്കുന്നു. പക്ഷേ അവനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന, അല്ലെങ്കിൽ അവളെ ഇൻഫ്ലുവൻസ് ചെയ്ത, എനിക്കെതിരായി പ്രവർത്തിക്കാൻ പ്രേരിപ്പിക്കുന്ന ആ പൈശാചിക ശക്തിയെ ഞാൻ ബന്ധിക്കുന്നു എന്ന് പറഞ്ഞ് അതിന്മേൽ ജയമെടുക്കണം. നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് അതിൻ്റെ റിസൾട്ട് കാണാൻ കഴിയും. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ അധികാരമുള്ള ദൈവത്തിൻ്റെ സഭ അധികാരത്തോടെ
അധികാരത്തോടെ കൽപ്പിക്കണം. അപ്പോൾ നിങ്ങൾക്ക് തടസ്സം മാറും, നിങ്ങൾക്ക് വേഗത്തിൽ ചലിക്കാൻ പറ്റും, വേഗത്തിൽ മുന്നേറാൻ പറ്റും കേട്ടോ. കർത്താവ് അനുഗ്രഹിക്കട്ടെ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ. ആമേൻ. ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ, കടൽ തീരത്തിലെ മണൽത്തരി പോലെ നമ്മൾ വർദ്ധിച്ചു പെരുകും. വി ആർ ബ്ലസ്ഡ്, വി ആർ റിയലി ബ്ലസ്ഡ്, വി ആർ പെർമനൻ്റ്ലി ബ്ലസ്ഡ് ആൻഡ് ഹൈലി ഫേവേർഡ്. കർത്താവ് അനുവദിച്ചാൽ നമുക്ക് വെള്ളിയാഴ്ച രാവിലെയാണ് മീറ്റിംഗ്. ഇന്ന് മീറ്റിംഗ് ഇല്ല, മറന്നു പോകരുത്. ഗോഡ് ബ്ലസ് യു, ഗോഡ് ബ്ലസ് യു, ഗോഡ് ബ്ലസ് യു.